ഇനി ഞങ്ങൾ പോയത് ഇവിടെ പടിഞ്ഞാറത്തറയ്ക്ക് അടുത്തുള്ള അതിമനോഹരമായൊരു വാട്ടർഫാൾ കാണാനാണ് കേട്ടോ. ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കുട എടുക്കാതെ ഞങ്ങൾ കയറിപ്പോയിട്ടോ. കുത്തനൊക്കെയുള്ള കയറ്റാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. കയറി കുറച്ചങ്ങ് എത്തിയപ്പോട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുടയൊക്കെ മേടിച്ചിട്ടാട്ടോ പോയത്. കുട്ടികളുണ്ട്, അയാൾ 2 കുടയൊക്കെ തന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളങ്ങനെ കയറി. അവിടെ എത്താറാവും തോറും ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഫുള്ള് കാടാണേ. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കരമായ സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഭീകരമായ സൗണ്ട് അതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ. ആ പച്ചൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയി നിൽക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. വെള്ളം ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും ഭയങ്കര ഒരു ഫീലായിരുന്നേ. പിന്നെ ചെറിയ തോതിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രയും വലിയ പാറക്കെട്ടൊക്കെ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് നേരം നിന്നു, ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയാക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ പല സൈഡ് വ്യൂ എന്നുള്ള രീതിക്ക് നമുക്ക് താഴെ ഇറങ്ങി കാണാം. ഈ കുത്തനെ കയറ്റം കയറാതെ താഴെക്കൂട്ടൊരു വഴിയുണ്ട്, അത് കൂടെ പോയി കാണാം. അതല്ലാതെയൊക്കെ കാണാം കേട്ടോ. അടിപൊളിയായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പം ബാണാസുര മീൻമുട്ടി വരാത്തവർക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. വൈകുന്നേരം 5 മണി വരെയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. വയനാട്ടിലേക്ക് വരുന്നവർക്കൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ. ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. കണ്ടത് വെറുത്തായി എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ളൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത്. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം.